ലാൽ സലാം ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ രണ്ടാം ദിന കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് നോക്കാം. രണ്ടാം ദിനത്തിലും സിനിമ റെക്കോർഡ് കളക്ഷനാണ് നേടിയിരിക്കുന്നത്. ആദ്യ ദിനത്തിനേക്കാൾ വലിയ മാർജിനിൽ തന്നെ സിനിമ നിൽക്കുന്നു. 5,45,00,000 രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഷോ കൗണ്ടുകളും ഭീകരമായി കൂടുന്നു. ഏകദേശം 250ഓളം ഷോ കൗണ്ടുകളാണ് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ട്രാക്കിങ്ങിലൂടെ തന്നെ കയറിയിരിക്കുന്നത്. 3,20,000 മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്നലെ റെക്കോർഡായിരുന്നു സിനിമയ്ക്ക് വന്നത്. ട്രാക്കിംഗ് മുഖാന്തരം 2,33,000 ടിക്കറ്റുകൾ വിറ്റുപോയി എന്ന് പറയുമ്പോൾ 3 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളത് ഒഫീഷ്യൽ കണക്കുകളും പുറത്തു വരികയുണ്ടായി. എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു കണക്കാണ് ഈ ഒരു സിനിമയ്ക്ക് വരുന്നത്. ആദ്യ ദിനം സിനിമ 15 കോടിക്ക് മുകളിൽ നേടിയെങ്കിൽ രണ്ടാം ദിനത്തോടെ സിനിമ 35 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. ആദ്യ ദിനത്തിലെ ആ ഒരു സ്പ്ലിറ്റപ്പ് നോക്കാം. കേരളത്തിൽ നിന്ന് 4,61,00,000 രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത്. ട്രാക്കിംഗ് കളക്ഷനായി വന്നത് 3,94,00,000 രൂപയാണ്. അപ്പോൾ ഇന്ന് ഇതുവരെയുള്ള കളക്ഷൻ നോക്കുമ്പോൾ എത്രത്തോളം ഡിഫറൻസ് നമുക്ക് അല്ലെങ്കിൽ എത്ര വരുമെന്ന് നമുക്കൊന്ന് കാണാൻ കഴിയും. ഇന്ന് 5,39,00,000 രൂപയാണ്. അതായത് സിനിമ 6 കോടി അടുത്തേക്ക് അല്ലെങ്കിൽ 5.25 കോടിക്ക് അടുത്തേക്ക് എത്തിയിരിക്കുന്നു എന്നാണ്. 6 കോടിക്ക് മുകളിലാണ് കേരളത്തിലെ കളക്ഷനായി ഇന്ന് വരാൻ പോകുന്നത്. കർണാടകത്തിൽ ഇന്നലെ 64 ലക്ഷം രൂപയും തമിഴ്നാട്ടിൽ 24 ലക്ഷം രൂപയും നേടി സിനിമ ടോട്ടൽ ഡൊമസ്റ്റിക്കിൽ നിന്ന് 5,75,00,000 രൂപയാണ് ഇന്നലെ നേടിയത്. ഇന്ന് അതേ സമയത്ത് സിനിമ 8 കോടിക്കും തൊട്ട് 10 കോടിക്ക് ഇടയിലായിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഓവർസീസിൽ നിന്ന് 1 മില്യൺ തൂക്കിയ സിനിമ 10 കോടിയോളമാണ് നേടിയത്. ഇന്ന് സിനിമയ്ക്ക് 12 കോടിക്ക് മുകളിൽ അല്ലെങ്കിൽ 15 കോടിക്ക് അടുത്ത് എത്താനുള്ള ചാൻസുകൾ ഏറെയും നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാം ഓവർസീസിൽ. എന്താണെങ്കിലും സിനിമ ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് 30 തൊട്ട് 40 കോടിക്കിടയിലേക്ക് എത്തുമെന്നുള്ള ഉറപ്പാവുകയും ചെയ്യുന്നു. റെക്കോർഡ് വേഗത്തിലാണ് നിവിൻ പോളിയുടെ ഈ ഒരു സിനിമ കളക്ഷൻ തൂക്കുന്നത്. മൂന്നാം ദിനത്തെ പ്രീസെയിൽ കളക്ഷൻ തന്നെ 3 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അഡ്വാൻസിൽ ട്രാക്കിംഗ് മുഖാന്തരം 2 ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 3,20,00,000 രൂപ കടന്നിരിക്കുന്നു എന്നുള്ള വാർത്തകളും. എന്താണേലും കേരള ബോക്സ് ഓഫീസിനെ അക്ഷരാർത്ഥത്തിൽ പുതിയ ഉത്സവമാക്കി മാറ്റിയിരിക്കുന്നു. ഓണം നിവിൻ പോളി തൂക്കി എന്നുള്ളത് ഉറപ്പിക്കുക തന്നെയാണ്. ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു സിനിമ 200 കോടി അടിക്കുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോഴേ വിലയിരുത്തുന്നത്. അതായത് ആദ്യ വാരം കഴിയുമ്പോൾ തന്നെ സിനിമ ആദ്യ 7 ദിനത്തിൽ തന്നെ സിനിമ 100 കോടി കടക്കുമെന്നുള്ളത് ഉറപ്പാക്കപ്പെടുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലും അമ്മാതിരി കൊലത്തൂക്ക് തൂക്കിയാൽ സിനിമ 200 തൊട്ട് 300 കോടി വരെ എത്താനുള്ള ചാൻസുകളും ഏറെ തന്നെയാണ്. GCCയിലും ഹെവി ട്രെൻഡിങ് ആണ് സിനിമ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. GCC രാജ്യങ്ങളിൽ അതിമനോഹരമായിട്ട് തന്നെയാണ് സിനിമയുടെ കളക്ഷൻ കൂടുന്നത്. ഷോ കൗണ്ടുകളും ആഡ് ചെയ്യുന്നു. എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും എല്ലാം ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇന്നും ഈവനിങ് നൈറ്റ് ഷോസിനൊന്നും തന്നെ ടിക്കറ്റുകൾ കിട്ടാനില്ല. വരും ദിവസങ്ങളിലും സിനിമയ്ക്ക് ടിക്കറ്റ് ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്താലും ലാൽ സലാം.